ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓൺലൈനായി ലഭിക്കുന്ന ഏറ്റവും വിലക്കുറഞ്ഞ ഒരു ലിഥിയം ഫെറോഫോസ്ഫേറ്റ് ബാറ്ററിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഈ അത് ഒരു 2.5 KVA ഫുൾ കോപ്പർ ഇൻവെർട്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. ഇത് നോക്കിയാൽ അറിയാം 2.5 KVA ആണ്. ഇതാ ബാറ്ററിയിൽ കംപ്ലീറ്റ് റിവറ്റ് ചെയ്തേക്കുകയാണ്. നമുക്കത് ഇളക്കാനൊന്നും പറ്റില്ല. നോക്കി കഴിഞ്ഞാൽ അറിയാം. ഇത് മസിൽ ഗ്രിഡിൻ്റെയാണ് ഈ ബാറ്ററി. ഒരു സ്റ്റിക്കറുണ്ട് മസിൽ ഗ്രിഡിൻ്റെ. ഈ ഒരു സ്റ്റിക്കർ മാത്രമേ ഉള്ളൂ ഇതിനകത്ത്. മസിൽ ഗ്രിഡ് എന്നുള്ള പേരില്ല. ഇതിനകത്ത് ഒരു സീരിയൽ നമ്പറോ ഒന്നും കാണാനില്ല. ഇതൊരു 60 ആംപിയർ MPPT ചാർജ് കൺട്രോളറുമായിട്ട് കണക്ട് ചെയ്തേക്കുകയാണ്. ഇതൊരു നോർമൽ ചാർജ് കൺട്രോളറാണ്. ഈ ലിഥിയം ബാറ്ററിക്ക് വേണ്ടിയിട്ടുള്ളതല്ല. എന്നാലും അതിൻ്റെ ഇതിനകത്തൊരു MCB ഉണ്ട്. DC MCB 125 ആംപിയറിൻ്റെ ഉണ്ട്. 2 കണക്ടേഴ്സ് ഉണ്ട്. ഈ കണക്ടറിൽ ഓരോ കണക്ടറിലും 2 കണക്റ്റിംഗ് പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഇൻവെർട്ടറിലേക്കുള്ള കണക്ഷനും രണ്ടാമത്തേത് MPPTയിലോട്ടുള്ള കണക്ടറും. ഇത് ഇൻവെർട്ടറിൽ വന്നേക്കാണ്. പിന്നെ ഇൻവെർട്ടറിൽ സാധാരണ പോലെയുള്ള AC വയേഴ്സ് എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട്, ഇന്നും ഔട്ടും. പിന്നെ ഇത് നോക്കുകയാണെങ്കിൽ ഭയങ്കര സ്ലീക്ക് ഡിസൈനാണ്. വെർട്ടിക്കലായിട്ട് തന്നെ വയ്ക്കാം, ടവർ ടൈപ്പായിട്ട്. ഇതിനകത്ത് പിന്നെ DC വയറിങ് നമുക്കിനി ഒന്ന് നോക്കാം. ഞാൻ എൻ്റെ സോളാർ പാനൽ 1800 വാട്ട്സിൻ്റെ സോളാർ പാനലാണ് കണക്ട് ചെയ്തേക്കുന്നത് ഇതിനകത്ത്. അത് 90 വോൾട്ട് മാക്സിമം ആണ്. അതൊരു MCBയിലേക്ക് വന്നിട്ട് പിന്നെ നേരെ MPPT ചാർജ് കൺട്രോളറിലേക്ക് കൊടുക്കുകയാണ്. ഇത് നോക്കിയാൽ അറിയാം, ഇതിനകത്ത് കംപ്ലീറ്റ് റിവറ്റ് ചെയ്തേക്കുക. നോക്കിയാൽ അറിയാം. ആർക്കും ഇത് ഇളക്കുവാനോ ടാമ്പർ ചെയ്യാനോ ഒന്നും പറ്റാത്ത രീതിയിലാണ് അവർ വെച്ചിരിക്കുന്നത്. ഇതിനകത്തൊരു വോൾട്ടേജ് അറിയാൻ വേണ്ടിയുള്ളൊരു ഡിസ്പ്ലേ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് 26.9 വോൾട്ട് കാണിക്കുകയാണ്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇനി അടുത്ത വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പാണിത്. ഇതിനകത്ത് ഒരു DC എനർജി മീറ്ററാണ് കണക്ട് ചെയ്തേക്കുന്നത്, ഒരു ഷണ്ട് റെസിസ്റ്ററും ഒക്കെ ആയിട്ട്. ഇതിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും. ഇതിനകത്ത് ചാർജ് എത്ര കിലോ വാട്ട്, എത്ര യൂണിറ്റ് ചാർജ് ചെയ്യുന്നുണ്ട്, എത്ര യൂണിറ്റ് നമുക്ക് എടുക്കാം എന്നൊക്കെ അറിയാൻ പറ്റും. അതിനുള്ളൊരു സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ ഈ ഒരു സെറ്റപ്പ് ഞാൻ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് നോക്കിയാൽ അറിയാം, ഒരു ചെറിയൊരു മേശയുടെ പുറത്താണ് ഇത്രയും സിസ്റ്റം ഇരിക്കുന്നത്. ഒരു ദിവസം 3 യൂണിറ്റ് കറണ്ട് വരെ ഇതിനകത്ത് സൂക്ഷിച്ചു വയ്ക്കാൻ കഴിയും. ഫുൾ ഡീറ്റെയിൽസുമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.